ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൈൻസ് ആൻഡ് ഡ്രിങ്ക്സ്. ഇതൊരു സ്പെഷ്യൽ റൂട്ടാണ് കേട്ടോ. ഫുൾ ടൈം ഓൾമോസ്റ്റ് ഓൾ ദ ടൈം നമുക്ക് കോടമഞ്ഞുണ്ടാവും. ഇപ്പം നട്ടുച്ച സമയമാണ്, പക്ഷെ കണ്ടോ ഇത് നോക്കി, ഫുൾ കോടയാണ്. നോക്കി ചുറ്റും നോക്കി, അടിപൊളിയല്ലേ. ഇതൊരു വാഗമൺ പോകുന്ന വഴിയാണ് കേട്ടോ. ഞാൻ എപ്പോൾ വന്നാലും എനിക്ക് ഇത്രയും അടിപൊളിയായിട്ട് കോടമഞ്ഞ് കിട്ടാറുണ്ട്. തൊട്ടടുത്തേക്കുന്ന വണ്ടികളെ ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് കോടമഞ്ഞ് കിട്ടാറുണ്ട്. ഇത് കാഞ്ഞാർ പുളിക്കര റൂട്ടാണ് കേട്ടോ. കൂവപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു റൂട്ടിലേക്ക് കയറും. ഞാൻ ഏതൊക്കെ സമയത്ത് വന്നിട്ടുണ്ടോ അത്രയും സമയത്തൊക്കെ ഇതേപോലെ കോട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി വാഗമൺ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. ഈ റൂട്ടിൽ കൂടെയുള്ള ഡ്രൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ഈ ഒരു കടയിൽ നിർത്തിയിട്ട് ഒരു ചായ കുടിച്ചിട്ടാണ് പോവാറ്. ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് ഡ്രൈവ് അങ്ങ് പിടിക്കാം. അടിപൊളി ഫീലാണ്. നല്ലൊരു സ്പെഷ്യൽ റൂട്ടാണിത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഞാനൊരു ഗിവ് അവേ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമ്മൾ എറണാകുളം തൃശ്ശൂർ സൈഡ് ഇങ്ങേ സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ മൂവാറ്റുപുഴ തൊടുപുഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൂവപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ഒരു ചെറിയൊരു വഴിയാണ്. ആ വഴി കൂടെ കയറി കഴിഞ്ഞാൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടിലേക്ക് എത്തോട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. ഫുള്ള് കോടമഞ്ഞൊക്കെ ഇട്ട് നല്ല അടിപൊളി ആംബിയൻസ്. നമ്മൾ സാധാരണ റൂട്ടിൽ കൂടെ അത്രയും നേരം വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആംബിയൻസിലേക്കൊക്കെ വരുമ്പോൾ എന്താ പറയുക, ഇറ്റ് ഫീൽസ് സോ ഗുഡ്. ഇത് നോക്കിയേ, റോഡ് കണ്ടോ, തൊട്ടടുത്ത് വന്നാലേ വണ്ടികളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയ്ക്കും കോട. ഈ റൂട്ട് മറക്കണ്ട കേട്ടോ. ഞാനിത് എങ്ങോട്ടോ വണ്ടി ഓടിക്കുന്നത് എനിക്ക് തന്നെ വേണ്ടിയില്ല കേട്ടോ. നമുക്ക് 10-20 കിലോമീറ്റർ സ്പീഡ് അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഒട്ടും വിഷൻ ഇല്ല. വളരെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. കാരണം ഫുള്ള് കോട നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ പോയി ഹെയർ പിന്നാണ്. വെറുതെ അല്ല, റെഡ് ലൈറ്റ്. പിന്നെ വാഗമണ്ണൊക്കെ അടുക്കാറായപ്പോൾ ഫോഗൊക്കെ മാറി തുടങ്ങി. കുറച്ച് വിഷനൊക്കെ കിട്ടി. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. തേയിലത്തോട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോൾ ഫോഗി ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഡ്രൈവൊക്കെ പോകാൻ ആഗ്രഹിക്കാത്തതായിട്ട് ആരാ ഉള്ളല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗിവ് അവേ, ഞാൻ എൻ്റെ സ്വന്തം BMW നിങ്ങളൊരു ട്രിപ്പൊക്കെ കൊണ്ടുവന്നിരിക്കണം. ഓക്കെ, അപ്പോൾ ബാലൻസ് വീഡിയോ കണ്ടോ, ബാക്കി ഡീറ്റെയിൽസ് കണ്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഞാൻ കുറേ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ രാജ്യങ്ങളൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ എൻ്റെ ചാനലുണ്ടോ എന്ന് നോക്കണേ. അങ്ങനെ ആ കോടയൊക്കെ മൂടിക്കിടക്കണ വഴി കൂടെ കയറി കഴിഞ്ഞ് നമ്മൾ വാഗമൺ എത്താറാകുമ്പോഴേക്കും നമുക്ക് ഈ തേയിലകളൊക്കെ ഉള്ള അടിപൊളി ലാൻഡ്സ്കേപ്പിലേക്ക് എത്തും കേട്ടോ. റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡാണ്. ഇതിക്കൂടെയൊക്കെ ഉള്ളൊരു ഡ്രൈവ്, ഇതൊക്കെ നമ്മൾ ഓൺ ദ ഗോയിൽ ആ ഫീല് അത് വേറെയാണ്. നമ്മൾ കാണുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ ഞാൻ പലപ്പോഴും വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും ഫീൽ കിട്ടില്ല. പക്ഷെ അവിടെ ഉള്ള മൊമെന്റ് ഉണ്ടല്ലോ, മീൻസ് ഞാൻ ഇവിടെ ഇപ്പം ഇരിക്കുന്ന മൊമെന്റ്, അത് ഭയങ്കര ഫീലാണ് ശരിക്കും. സോ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെയുണ്ട്? അടിപൊളി റൂട്ടും കാഴ്ചകളല്ലേ. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇതുപോലെ നിങ്ങളെ അടിപൊളി ഒരു ട്രിപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അതിരപ്പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് കമൻറ്റുകൾ കിട്ടോട്ടെ. അതുപോലെ നിങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവരോടും കമൻറ്റ് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ കമൻറ്റ് ഇടുന്ന ടോട്ടൽ 3 പേരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണേ? വണ്ടി അങ്ങനെ വാഗമണിലെ ഫോഗി ക്ലൈമറ്റും അതിൽ കൂടെയുള്ള ഡ്രൈവൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഞാൻ വേറെ റൂട്ടാണ് തോന്നുന്നത്. അപ്പോൾ നല്ല മഴയൊക്കെ കിട്ടി, നല്ല രസമായിരുന്നു വണ്ടി ഓടിച്ചിട്ട് വരാനായിട്ട്. അങ്ങനെ അടിപൊളി ഒരു ഡ്രൈവായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡ്രൈവ് നമ്മൾ ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ ചാലക്കുടി ടു അതിരപ്പള്ളി ആയിരിക്കും 1 ഡേ ട്രിപ്പ്. ദെൻ നിങ്ങളെ തിരിച്ച് ചാലക്കുടിയിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.